പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലിയിലായിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹ ബഹുമാനപ്പെട്ട പൊന്നമ്പേൽ അച്ഛന് ജൂബിലിയുടെ മംഗളങ്ങളും പ്രാർത്ഥനകളും. 1948 സെപ്റ്റംബർ 13 കുര്യൻ പൊന്നമ്പലിന്റെയും മറിയക്കുട്ടിയുടെയും 7 മക്കളിൽ മൂത്തയാളായി ഏറ്റുമാനൂരിലെ പുന്നത്തറയിൽ കടുതുരുത്തി പെരമ്പ്രയിൽ ജനനം. ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിൽ വരുന്ന കാഞ്ഞിരത്താനം ഇടവകയിലായിരുന്നു വിശ്വാസത്തിന്റെ വിത്തുകൾ പാകപ്പെട്ട ഇടം. ചെറുപ്പം മുതലേ ദേവാലയത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച അച്ഛൻ തന്റെ വിളി സ്വീകരിച്ച് ദേവവിളിക്ക് മറുപടി നൽകി 1965 ജൂൺ 25 സെന്റ് ജോൺസ് ബഗൽപൂർ സെമിനാരിയിൽ പ്രവേശനം. 1967 മെയ് 31 നോവിഷ്യറ്റിലേക്ക് പ്രവേശനവും തന്റെ വിളിയെ ഒന്നുകൂടെ ഉറപ്പിച്ച് 1972 മെയ് 31 നിത്യവ്രത വാഗ്ദാനവും നടത്തി. ബഗൽപൂരിലെ സെന്റ് എലിസബത്ത് ദേവാലയത്തിൽ വെച്ച് ബഗൽപൂർ രൂപതയുടെ പ്രഥമ മെത്രാൻ അർബൻ മെഗാരിയിൽ നിന്നും 1976 ഏപ്രിൽ മാസം 27 വൈദിക പട്ടം സ്വീകരിച്ചു. വൈദികനായി അഭിഷിക്തനായ ഉടനെ മാനന്തവാടി രൂപതയിൽ തോന്നിച്ചാലിൽ ബഹുമാനപ്പെട്ട പ്ലാസിഡ് അച്ഛനോടൊപ്പം വൊക്കേഷൻ ഡയറക്ടറായി സേവനം. 1976 മുതൽ 1978 വരെ മീനങ്ങാടിയിലായിരുന്നു കൊണ്ട് ഒരു പുതിയ സ്ഥലം കണ്ടെത്തുകയും 1981 മുതൽ വൈദിക വിദ്യാർത്ഥികളെ നോക്കുന്ന ചുമതല നിർവഹിക്കുകയും ചെയ്തു. 1985 മുതൽ 1994 വരെ ഏകദേശം 9 വർഷത്തോളം നോവിയസ് മാസ്റ്ററായും 1994-95 കാലഘട്ടത്തിൽ കാഞ്ഞിരപ്പള്ളി സ്കൂളിൽ പ്രിൻസിപ്പളും അതിനു മുൻപ് കൊല്ലമുളയിലെ ലിറ്റിൽ ഫ്ലവേഴ്സ് സ്കൂളിൽ പഠിപ്പിക്കാനും അച്ഛന് സാധിച്ചു. 1995-97 കാലയളവിൽ തിരുവനന്തപുരത്തെ പള്ളിച്ചലിൽ ആശ്രമ അധിപനായും 1997 മുതൽ 2004 വരെ മീനങ്ങാടി സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ വികാരിയായും ആശ്രമ അധിപനായും 2004 കരണിയിൽ പള്ളി പണിയാനും ഇടവക ആത്മീയമായി വളർത്തുവാനും അച്ഛന് സാധിച്ചു. 2005 മുതൽ 2007 വരെ ബീഹാറിൽ ബാബുമഹാളിലെ സേക്രഡ് ഹാർട്ട് പള്ളിയുടെ വികാരിയായി അച്ഛൻ നിയമിതനായി. 2007 പാലക്കാടിലെ വടക്കാഞ്ചേരി സ്നേഹഭവനിലും 2009 ജനുവരി 12 മാനന്തവാടി രൂപതയിലെ പനഞ്ചിറ ദേവാലയത്തിന്റെ വികാരിയായും ആശ്രമാധിപനായും അച്ഛൻ സേവനമനുഷ്ഠിച്ചു. 2017 ജനുവരി 13 മുതൽ മീനങ്ങാടി അസിസി ഭവനിലെ ആത്മീയ പിതാവായി അച്ഛൻ സേവനം തുടരുന്നു. പുരോഹിതനായ അഭിഷിക്തനായിട്ട് ഇന്ന് സുവർണ ജൂബിലി നിറവിലായിരിക്കുന്ന ഈ വേളയിൽ ദൈവത്തിന് സ്തുതിയും അച്ഛന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആദരവും അറിയിക്കുന്നു. തിരുസഭയുടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ 50 വർഷം പൂർത്തിയാക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല. അത് ദൈവകൃപയുടെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും അക്ഷീണമായ കഠിനാധ്വാനത്തിന്റെയും ഫലമാണ്. ഈ വിശുദ്ധമായ സുവർണ ജൂബിലി വേളയിൽ അച്ഛൻ ഇനിയും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മീനങ്ങാടി ഇടവക ഒന്നാകെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സേവനം തുടർന്നും ഞങ്ങൾക്ക് മാർഗദർശനമാകട്ടെ. അങ്ങയുടെ സുവർണ ജൂബിലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.